ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാന ജാഥയ്ക്ക് ആലപ്പുഴയിൽ സ്വീകരണം നൽകി. ആലപ്പുഴ നഗരചത്വരത്തിൽ CITU സംസ്ഥാന സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി നിയമം കാലോചിതമായി ഭേദഗതി ചെയ്യുക, NFSA, ബിവറേജ് സ്ഥാപനങ്ങളിൽ നിശ്ചയിച്ച കൂലി വർധനവ് നടപ്പിലാക്കുക, കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തുക, വൻകിട കരാറുകാർ തൊഴിലാളികൾക്ക് നൽകേണ്ട തൊഴിൽ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഫെഡറേഷൻ ഉന്നയിച്ചിട്ടുള്ളത്. സംഘാടക സമിതി ചെയർമാൻ അജയ് സുധീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. VS മണി, VB അശോകൻ, PP പവനൻ, KJ പ്രവീൺ, TA നിസാർ, MM ഷരീഫ്, ഗീതാഭായി, K നസീമ, S രമേശൻ, ME അൽത്താഫ്, A അഷ്റഫ്, Y ഹാരിസ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK മണിശങ്കറാണ് ജാഥ ക്യാപ്റ്റൻ. AM ഇക്ബാൽ, N സുന്ദരംപിള്ള, KC രാജഗോപാൽ, TR സോമൻ, കോശി അലക്സ്, AM രാജഗോപാൽ എന്നിവർ ജാഥ. നിരന്തരമായ പ്രക്ഷോഭണത്തിലൂടെ സമരത്തിലൂടെയാണ് തൊഴിൽ അവകാശം നേടിയെടുക്കുവാൻ കഴിഞ്ഞത്. ഇഷ്ടമുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുവാനും ഇഷ്ടമുള്ള കൂലി കൊടുക്കുവാനും അത് ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടൽ നടന്നിട്ടുള്ള നാടാണ് ഈ ആലപ്പുഴ. ഈ ആലപ്പുഴയിൽ ഇന്ന് ഏറ്റവും പ്രബലമായ യൂണിയനായി നമ്മുടെ ചുമട്ടുതൊഴിലാളി യൂണിയൻ മാറുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിരവധിയാകുന്ന ചുമട്ടുതൊഴിലാളികളുണ്ട്. ഞാൻ കുറേ കാലം ഈ യൂണിയൻ്റെ സെക്രട്ടറി എന്നുള്ളതിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. അവർ പലരും നമ്മളെ വിട്ടുപിരിഞ്ഞു, മറഞ്ഞു, പലരും രോഗബാധിതരായി കിടപ്പിലായി. ഇന്നൊരു പുതിയ തലമുറയാണ്. ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തൊഴിൽ അവകാശമുണ്ട്, ന്യായമായ കൂലിയുണ്ട്. ഇതൊന്നുമില്ലാതിരുന്നൊരു കാലത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിച്ചത്. എന്നാൽ ഇന്ന് പുതിയൊരു വെല്ലുവിളി നമ്മുടെ മുന്നിൽ കടന്നു വരികയാണ്. ത്യാഗപൂർണമായ സമരങ്ങളിലൂടെ, പ്രക്ഷോഭങ്ങളിലൂടെ നേടിയെടുത്ത തൊഴിലവകാശം, ആ തൊഴിലവകാശം ഓരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലം. നിയമത്തെ വ്യാഖ്യാനിച്ച്, പൗരാവകാശത്തെക്കുറിച്ച് പറഞ്ഞ്, ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞ്, തൊഴിലാളി എടുത്തുകൊണ്ടിരുന്ന, അവൻ പരമ്പരാഗതമായി ചെയ്തു വരുന്ന തൊഴിൽ പോലും നഷ്ടപ്പെടുന്ന നിലയിലേക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയാണ്. ഉടമയ്ക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ കഴിയുമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. പണ്ട് എന്തായിരുന്നു ഉണ്ടായിരുന്നത് അതൊരു പുതിയ രൂപത്തിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരുന്ന തൊഴിലാളി വലിയ പ്രതിസന്ധിയിലൂടെ അവർ